സൂപ്പർ മൂവി. ദിലീപേട്ടൻ എന്താ പറയാ, കുറെ നാൾ ദിലീപേട്ടനോടുള്ള ഇഷ്ടമുണ്ട്, ബഹുമാനമുണ്ട്. ദിലീപേട്ടൻ്റെ അന്നം കഴിച്ചിട്ടുണ്ട്. എന്താ പറയാ, ഒരു സാഹചര്യത്തിൽ ആ ഇത് വർക്ക് എനിക്ക് ഭയങ്കര പോയി. അതുകൊണ്ട് തന്നെ പലപ്പോഴും ദിലീപേട്ടൻ്റെ സിനിമ കണ്ടിട്ട് സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഈ സിനിമയിൽ റിയൽ ഹാപ്പിയാണ്. ഇങ്ങനെ പടം കാണുന്നു. അടിപൊളിയാണ്. പിന്നെല്ലാം അങ്ങനെ തന്നെ പറയാം. ദിലീപേട്ടൻ്റെ അടുത്തിറങ്ങിയതിൽ വെച്ച് ഏറ്റവും നല്ല സിനിമയാണ്. കാരണം ഇതിനകത്ത് ഒരുപാട് മെസ്സേജുകളുണ്ട്. കാരണം എന്ത് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് വൈറലാവാൻ വേണ്ടി നടക്കുന്ന ഒരു ഭാഗം അലൻ ജോസ് പെരേരെ പോലുള്ള വൃത്തികെട്ടവന്മാരുടെ കഥ പറയുന്ന ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും നമ്മൾ കാണേണ്ട സിനിമ തന്നെയാണ്. കാരണം ഒരുപാട് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് സ്വന്തം കുടുംബത്തിലെ കഥകൾ പോലും കണ്ടന്റുകളാക്കി ക്രിയേറ്റ് ചെയ്ത് വൈറലാവാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അലൻ ജോസ് പെരേരയൊക്കെ പോലുള്ള വൃത്തികെട്ടവന്മാരുടെ കണ്ടന്റിനെ ബേസ് ചെയ്തുള്ള സിനിമയാണ്. ഈ സിനിമ ഓടണം, ഈ സിനിമ സമൂഹത്തിനൊരു മാതൃകയായി മാറട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അടിപൊളി സിനിമയാണ്. എന്തായാലും ദിലീപേട്ടൻ്റെ ഈ അടുത്തിറങ്ങിയാൽ ഏറ്റവും മികച്ച സിനിമയായിട്ട് ഇത് മാറാൻ സാധ്യതയുണ്ട്. എന്തായാലും ഫാമിലിയായിട്ട് നമുക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ ഒന്ന് കാണാം. നല്ല സിനിമ. സൂപ്പറായിരുന്നു. മീൻസ് ദിലീപ് ചേട്ടനാണ് ഈ കോമഡിയൊക്കെ ചെയ്യാറ്. പക്ഷെ ലാസ്റ്റ് ആയിരുന്നു അപ്പോൾ ഇമോഷനായി. അത് ഫസ്റ്റ് ടൈം എനിക്ക് കരച്ചിലെനിക്ക് പെട്ടെന്ന് കറന്നുപോയി അങ്ങനത്തെ സിനിമ കണ്ടപ്പോൾ പെട്ടെന്ന്. പിന്നെ ഈ പെണ്ണാണെങ്കിൽ തെറ്റ് ചെയ്ത് ശരിയാ, പക്ഷെ അവർക്ക് ലാസ്റ്റ് മനസ്സിലായി എന്താണ് കാര്യം, എന്താണല്ല കാര്യം. ലാസ്റ്റ് മനസ്സിലായപ്പോൾ രണ്ടുപേരും ഒന്നിച്ചപ്പോൾ അടിപൊളിയാണ് കേട്ടോ. ദിലീപ് ചേട്ടൻ അടിപൊളിയായിരുന്നു. പെർഫോമൻസ് അതല്ലേ പറഞ്ഞത്, കോമഡിക്ക് അടിക്കാറുണ്ട് ശരിയാ, പക്ഷെ ലാസ്റ്റൊക്കെ ഇമോഷനൊക്കെ നല്ലപോലെ ശരിക്കും ഞാൻ പ്രതീക്ഷിച്ചില്ല ഈ സിനിമ അങ്ങനെ സൂപ്പർ മൂവി. ദിലീപേട്ടൻ എന്താ പറയാ, കുറെ നാൾ ദിലീപേട്ടനോടുള്ള ഇഷ്ടമുണ്ട്, ബഹുമാനമുണ്ട്. ദിലീപേട്ടൻ്റെ അന്നം കഴിച്ചിട്ടുണ്ട്. എന്താ പറയാ, ഒരു സാഹചര്യത്തിൽ ആ ഇത് വർക്ക് എനിക്ക് ഭയങ്കര പോയി. അതുകൊണ്ട് തന്നെ പലപ്പോഴും ദിലീപേട്ടൻ്റെ സിനിമ കണ്ടിട്ട് സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഈ സിനിമയിൽ റിയൽ ഹാപ്പിയാണ്. എന്താ പറയാ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശരിക്കും കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ മീഡിയക്കാരുടെ കൂടെ. നിങ്ങൾ ആദ്യം പോയി ആ സിനിമ, കാരണം നിങ്ങൾക്ക് കണ്ടല്ലോ ഉത്തരം കിട്ടിയില്ലേ. ഒരുപാട് ഉത്തരങ്ങളുണ്ടായാലും ഒരുപാട് ചോദ്യങ്ങളുണ്ടായാലും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അത് മറ്റൊരു ലൈഫിലെ പുറംമൂടി മാത്രം കാണിക്കാനല്ല, അവരുടെ അവസ്ഥയും കൂടി മനസ്സിലാക്കുക. ആറാട്ടൻ്റെ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ പുറകെ പോണേ, അദ്ദേഹത്തിൻ്റെ അവസ്ഥ മനസ്സിലായാലും അവനൊന്ന് തോളത്ത് തട്ടി കാണിക്കേണ്ട സാധ്യതയുള്ളൂ. പകരം അവനെ ആ രീതിയിലാക്കിയത് കുറച്ച് ഭാഗത്തുണ്ടായിരുന്നു. പെരേരന് ഇവിടെ തെറുപറഞ്ഞായിട്ടില്ല. ശരിക്കും അവരൊക്കെ സ്പെഷ്യൽ ചൈൽഡാണ്. ഞാൻ അങ്ങനത്തെ 2 കുട്ടികളുടെ അമ്മയാണ്. അങ്ങനത്തെ കുട്ടികൾ വളർന്നു വരുമ്പോഴൊക്കെ ഉണ്ടാവുന്ന സിറ്റുവേഷൻ, ഒറ്റപ്പെടുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ സ്കൂളിൽ ചെന്ന് നോക്കുക. ആ കുട്ടികളോടൊപ്പം കളിക്കാൻ വരെ തയ്യാറില്ലാത്ത കുട്ടികളുണ്ട്. അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പകരം ഇങ്ങനെയുള്ള സമൂഹത്തിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് ചേർത്ത് നിർത്തേണ്ട നിങ്ങൾ ഇങ്ങനെ ആക്കി കിട്ടണമെങ്കിൽ നിങ്ങൾ അവരെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ കരയണം നിങ്ങൾ കാണുന്നില്ല. ആറാട്ടെണ്ണം കരയണമെന്ന് നിങ്ങൾ കാണുന്നില്ല. ആറാട്ടെണ്ണം കാണിക്കണം കോപ്രായങ്ങൾ കാണുന്നത്. അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ ക്യാമറകൾ എന്തെങ്കിലും തിരിച്ച് നിങ്ങളെ കൊത്തും. കേരളത്തിൽ ഒരുപാട് ചർച്ച ചെയ്യേണ്ട വിഷയമാണല്ലോ. തീർച്ചയായും അത് തന്നെയാണ് ഇപ്പൊ ദിലീപേട്ടൻ കാണിച്ചേക്കണേ. ദിലീപേട്ടൻ എത്ര ഭംഗിയായിട്ടാണ് അത് കാണിച്ചതെന്ന് ആലോചിച്ച് നോക്കാം. അദ്ദേഹം എന്തെങ്കിലും കരഞ്ഞെന്ന് ആലോചിച്ചു. സത്യം തെളിയട്ടെ. ഇവിടെ നടക്കാത്തതല്ല. തുറന്നു പറയുന്ന ആൾക്കാരെ ഒഴിവാക്കൽ പരമാവധി കൂടുതലാണ്. നെഗറ്റീവ് കമന്റുകൾ വരുത്തുന്ന ആൾക്കാരെ മാത്രം ദിലീപേട്ടൻ എപ്പോഴും ഗ്രേറ്റ് മാനാണ്. മനസ്സിലായി ഒരാളുടെ അവസ്ഥ അറിഞ്ഞു. ഞാൻ ഒരുപാട് സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്, ഇപ്പോഴും വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അന്നം, അതായത് തരുന്ന ഭക്ഷണത്തിന് വരെ കണക്ക് പറഞ്ഞുള്ള സിനിമകളും ഞാൻ ചെയ്ത മെനി എന്നുള്ള സിനിമ എനിക്ക് ഓപ്പൺ ചെയ്യാൻ പോകും. ആ ലൊക്കേഷനിൽ പിരമിഡ് പോലീസ് സ്റ്റേഷനിൽ എൻ്റെ മക്കൾക്ക് ഭക്ഷണം തന്നൊരു കണക്ക് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ വരെ ഉണ്ട്. മനസ്സിലായി, വീഡിയോ വരെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഷൈൻ കൃഷ്ണ എന്ന് പറയുന്ന ഡയറക്ടർ, മനസ്സിലായില്ലേ. അങ്ങനെയുള്ള ലൊക്കേഷൻ വരെയുള്ളടുത്ത് ഒരു സീൻ അഭിനയിച്ച് ചെയ്ത് എനിക്ക് പേയ്മെൻറ്റ്, ഞാൻ ഈ തല്ലുകൊണ്ടിട്ട് വരെ കിട്ടാത്ത പേയ്മെൻറ്റ് തന്ന ആളാണ്. ഞാൻ ആക്സിഡൻ്റായിട്ട് കിടക്കണമെന്ന് പറഞ്ഞിട്ട് അതേ സിനിമാ ലോകം തന്നെ ഞാൻ ആക്സിഡൻ്റായിട്ട് നിന്നിട്ട് എന്നെ ഐറ്റം ചെയ്യിപ്പിച്ച സിനിമയുണ്ട്. മനസ്സിലായില്ലേ. അപ്പോൾ അങ്ങനൊരു മനുഷ്യനെ ഒരുപാട് നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ് കണ്ടന്റായിട്ട്. അദ്ദേഹത്തോട്ട് ആ കണ്ടന്റ് വിടുക. അദ്ദേഹം തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് കോടതി നോക്കട്ടെ. വെറുതെ എന്തിനാണ് നിങ്ങൾ സോഷ്യൽ മീഡിയ കൂടി വളർലാക്കണേ? കോടതി തീരുമാനിക്കും. കണ്ടല്ലേ, കോടതി തീരുമാനിക്കും. വരട്ടെ, തിരിച്ചു വരും. എന്നെ സിനിമ ഒഴിവാക്കിയിരിക്കുന്നത് എന്നെയും കുറേ ഉണ്ട്. നീ എന്ത് ചെയ്തു എന്നെ ഒഴിവാക്കിയേക്കുന്നത് തുറന്ന് സംസാരിക്കുന്നതിൻ്റെ പേരില്ല, നേരിനൊപ്പം നിൽക്കുന്നതിൻ്റെ പേരില്ല. കിടന്നുകൊടുത്താൽ കിട്ടുന്ന ചാൻസ് ഒരുപാടുണ്ട്. എനിക്ക് വേണ്ട ചേട്ടാ, എനിക്കിഷ്ടമുള്ള തരത്തിലൂടെ ഞാൻ കിടക്കില്ല. മനസ്സിലായല്ലേ. അപ്പോൾ അത് സോഷ്യൽ മീഡിയ എല്ലാം തീരുമാനിക്കുന്ന ഒരാളല്ലേ.
ഞാൻ എങ്ങനെ ജീവിക്കുന്നു, എന്ത് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ഒരുപാട് പേര്. നിങ്ങളുടെ നേർക്ക് ക്യാമറ തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ എത്ര പേര് തെറ്റണമെന്ന് പറയാൻ പറ്റും. ഈ സിനിമ ഏറ്റവും വലിയ ഉദാഹരണമാണ്. നിങ്ങളുടെ നേർക്ക് ഒരു ക്യാമറ തിരിഞ്ഞാൽ നിങ്ങളൊക്കെ എന്താണ്, ഓൺ എയർ ആണ്. ഓക്കെ, ആയിട്ട് ചെയ്യുന്ന ഓരോ പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് എടുത്ത് കാണിക്കുന്നത്. നല്ല അടിപൊളി കഥയാണ്, സൂപ്പർ പടമാണ്. ദിലീപേട്ടൻ്റെ നല്ല എന്താ പറയുക, ഒരു തിരിച്ചുവരവ് ഇതിലൂടെ ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. കാരണം അത്രയും നല്ല പടം, സൂപ്പർ പടം. സൂപ്പർ എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർവെല്ലിൽ ഒരു ഒഴുക്കൂടെ പോകുന്നുള്ളൂ പടം. പക്ഷേ ഇൻ്റർവെല്ല് കഴിഞ്ഞ ഒരു രക്ഷയില്ല, നല്ല പടം. പല ഇൻഫ്ലുവൻസർമാർക്കും ഇതൊരു എന്താ പറയുക, ഒരു തിരിച്ചടിയായിരിക്കും. കാരണം അവന്മാർക്ക് അത് കാണുമ്പോൾ ഒരിക്കലും ദഹിക്കില്ല. കാരണം അത്രയും അവന്മാരെ വാരി തേച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ സത്യം പറഞ്ഞ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇതിൽ ആസ്പദമാക്കിയിരുന്നത്. എല്ലാം കൊണ്ട് സൂപ്പർ പടം, അടിപൊളി. ദിലീപേട്ട പെർഫോമൻസ് എങ്ങനെയുണ്ട്? ചേച്ചി പടം എങ്ങനെയുണ്ട്? ദിലീപേട്ട എങ്ങനെയുണ്ട്? സിനിമ എങ്ങനെയുണ്ട്? അടിപൊളിയാണ്, ഭയങ്കര ഇഷ്ടമായി. നല്ല കോമഡി ഉണ്ട്, ഭയങ്കര അടിപൊളിയാണ്. ദിലീപേട്ട എങ്ങനെയുണ്ട്? ഓ, ഒരു രക്ഷ. എങ്ങനെയുണ്ടായിരുന്നു പടം? എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി? സിനിമ എങ്ങനെയുണ്ട്? സൂപ്പറായിരുന്നു കേട്ടോ. ദിലീപ് കലക്കി തീർത്തിട്ടുണ്ട്. ദിലീപിൻ്റെ ഒരു തിരിച്ചുവരവ് തന്നെയാണിത്. ഞങ്ങൾ ഹാപ്പിയാണ് കണ്ടതിൽ. ഓക്കെ, സിനിമ എങ്ങനെയുണ്ട്? നല്ല സിനിമയാണ്. ദിലീപേട്ടൻ തിരിച്ചു വന്നു, നല്ല സിനിമ. നല്ല പടം, നല്ല പടം. ദിലീപേട്ടൻ സിനിമ എങ്ങനെയുണ്ട് ചേച്ചി? കൊള്ളായത്. എന്റെ പൊന്നോ, സൂപ്പർ മൂവി, ഒരു രക്ഷയില്ല. സൂപ്പർ. ദിലീപേട്ട ഔട്ടായി എന്ന് പറയുന്നവർക്ക് എല്ലാവർക്കും ഒരു ഇതാണ്, പടം കാണണം. ദിലീപേട്ടൻ്റെ പടത്തിലാണ് നല്ല നല്ല നായികമാർ വരുന്നത്. ഇതിൽ പെർഫോമൻസ് കൊണ്ട് എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല, പൊളിച്ചു. എന്താ പെർഫോമൻസ്! ദിലീപേട്ട എവിടെയും പോയിട്ടില്ലടാ, ഇവിടെ തന്നെ ഉണ്ട്. ദിലീപേട്ടൻ പൊളിച്ചടിക്കും. ഫാമിലി എന്റർടൈൻമെന്റ് കോമഡി. ദിലീപേട്ട പെർഫോമൻസ് അടിപൊളി. ഇങ്ങനത്തെ ഒരു കഥയാണ് സൂപ്പർ, എല്ലാവരും കാണും. അടിപൊളി പടം എങ്ങനെയുണ്ട്? പടം ദിലീപേട്ടൻ വേറെ രക്ഷയില്ല, അടിപൊളി പടം. ഫാമിലി ആയിട്ട് ഒന്ന് കാണാൻ പറ്റിയൊരു പടമാണ്. നൈസ്, വേറെ മൂഡ് പടം. ദിലീപേട്ടൻ പൊളിച്ച്, രക്ഷയില്ല പടം, അടിപൊളിയായിട്ട് ഒന്ന് കാണട്ടില്ല, അടിപൊളി പടം. ചേട്ടാ, ദിലീപേട്ട പെർഫോമൻസ് എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്, എല്ലാവരും നന്നായിട്ടുണ്ട്, ഗംഭീരം. ചേച്ചി പടം എങ്ങനെയുണ്ട്? എൻജോയ് ചെയ്തു. പടം എങ്ങനെയുണ്ട്? നല്ലൊരു ഫാമിലി എന്റർടൈൻമെന്റ് ആയിരുന്നു. അതുപോലെ അടുത്ത കാലത്തൊന്നും അങ്ങനത്തെ ദിലീപിന്റെ പടം വന്നിട്ടില്ല. നാളത്തെ ശേഷമുള്ള നല്ല ഫിലിമായിരുന്നു, നല്ല ഫിലിമായിരുന്നു. ചേച്ചി സിനിമ എങ്ങനെയുണ്ട്? സൂപ്പർ. നല്ല പടം, അടിപൊളി പടം, അടിപൊളി. ഭയങ്കര ഹാപ്പിയാണ്. പഴയ ദിലീപേട്ടൻ തിരിച്ചു കിട്ടിയോ? പഴയ ദിലീപേട്ട എവിടെ പോയിട്ടില്ലല്ലോ. എന്തൊരു പെർഫോമൻസ് രണ്ടുപേരും. എല്ലാവരും കണ്ടിരിക്കണം, നിങ്ങൾ ഉൾപ്പെടെ കാണേണ്ട പടമാണ്. കണ്ടിരിക്കണം, അതാണ് എല്ലാവരും സപ്പോർട്ടും ഉണ്ടോ? ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതൊരു ഫാമിലി പടമാണ്, എല്ലാവരും ഒന്നും കാണണം. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും വന്ന് ഈ പടം കാണണം. ദിലീപേട്ടൻ്റെ ഒരു നല്ലൊരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ്, നല്ലൊരു പടം.